കൊച്ചി കടവന്ത്രയിൽ മദ്യലഹരിയിൽ കാർ ചേസിംഗ്. കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ നിയന്ത്രണം വിട്ട കാർ ഗോവൻ യുവതിയെ ഇടിച്ചു തെറിപ്പിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ സാനു ചേരുന്നുണ്ട്. സാനു, വളരെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ആ യുവതിയുടെ ആരോഗ്യത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് സംഭവം ഉണ്ടായത്? വിശദാംശങ്ങൾ. ഹരിത ലഹരിക്കടിമകളായവരെ പേടിച്ച് കൊച്ചി നഗരത്തിലൂടെ പകല് പോലും കാൽനടയായോ വാഹനത്തിലോ നടക്കാൻ മേലാത്ത ഒരു ഗതികേടിലേക്ക് ഈ കൊച്ചി എന്ന വ്യവസായ നഗരം, സംസ്ഥാനത്തിൻ്റെ വ്യവസായ നഗരം മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സംഭവത്തോടുകൂടി വെളിവാകുന്നത്. അതായത് ഏതാനും ദിവസം മുമ്പും ഇതുപോണക്ക് സമാനമായ ഒരു നിലയിൽ കൊച്ചി നഗരത്തിൽ കാർ ഇടിപ്പിച്ച് കൊല്ലാനായിട്ട് ഒരു ശ്രമം നടന്നിരുന്നു. അതും ലഹരി ഉപയോഗത്തെ തുടർന്നുള്ളൊരു സംഭവമായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോവയിൽ നിന്ന് കേരളത്തിലെത്തി വിനോദസഞ്ചാരികളെയാണ്, അതായത് കാറും അതേപോലെ ബൈക്കും കൂടെ തമ്മിലുള്ള ഒരു ഓട്ട മത്സരത്തിൽ, അതായത് ചേസിങ്ങിനിടയിൽ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. ഗോവയിൽ നിന്നെത്തിയ ജെയ്സൽ എന്ന യുവതിയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭർത്താവിനൊപ്പം ഹോട്ടലിലേക്ക് കയറുന്നതിനിടയിലാണ് കൊച്ചി കടവന്ത്രയിൽ ഇതുപോലൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് കാലിനടക്കം ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാലുകളുടെ അടക്കം ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ കസ്റ്റഡിയിലായെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ കാർ ഓടിച്ചിരുന്നതും അതേപോലെ ബൈക്ക് ഓടിച്ചിരുന്നവരും ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. കാർ ഓടിച്ചിരുന്ന ആൾ മദ്യലഹരിയിലായിരുന്നു, ഒപ്പം ബൈക്ക് ഓടിച്ചിരുന്ന ആൾ രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു നിർണായക വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒരാഴ്ച മുന്നേ കൊച്ചിയിൽ സമാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം നടന്നത്. അതായത് കോളേജ് വിദ്യാർത്ഥികൾക്കൊപ്പം ലഹരി ഉപയോഗിച്ചത് നാട്ടുകാർ ചോദ്യം ചെയ്യുകയും തുടർന്ന് നാട്ടുകാരിൽ ഒരാളെ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചൊരു സംഭവമാണ് ഉണ്ടായത്. എന്തായാലും പകല് പോലും കൊച്ചിയിലൂടെ നടക്കാനോ വാഹനത്തിലോ പോകാൻ സാധിക്കാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഹരിത. ശരി, സാനുവാണ് വിവരങ്ങൾ നൽകിയത്.